സാറേ, ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 ചരിത്രമായി കഴിഞ്ഞു. ഇനി പുനഃസ്ഥാപിക്കില്ല എന്നാണ് അമിത്ഷാ പറയുന്നത്. കാരണം അവിടെ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം BJP ഒഴികെ ഉള്ള കക്ഷികളുടെ, പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസിൻ്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത് 370 തിരികെ കൊണ്ടുവരും എന്നുള്ളതാണ്. പക്ഷെ അമിത്ഷാ പറയുന്നത് ചരിത്രമാണ്, ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സാധാരണ ഗതിയെ തിരിച്ചു കൊണ്ടുവരില്ല. ഇപ്പം മോഡി കൊണ്ടുവന്ന ഈ പറയുന്ന നയങ്ങൾ ഒന്നും തന്നെ, ഇപ്പം പൗരത്വ ബില്ല്, അതുപോലെ കാശ്മീരിൻ്റെത് 370 റദ്ദാക്കിയത്, അതുപോലെ GST, ഇതൊന്നും ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ജനവികാരം എതിരാവും. കാശ്മീരിന് വേണ്ടിയോ കേരളത്തിന് വേണ്ടിയോ നയം ഉണ്ടാക്കാൻ ദേശീയ പാർട്ടിക്ക് പറ്റില്ലല്ലോ, പ്രാദേശിക പാർട്ടികൾക്ക് പറ്റും. അപ്പം അത് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ അത് ഓൾട്ടർ ചെയ്യാൻ പറ്റും ഏതെന്ന് വെച്ചാൽ രാജ്യസുരക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ആരെങ്കിലും അധികാരത്തിൽ വരികയും അവരവരുടെ കാര്യം മാത്രം നോക്കുകയും ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ അത് ഓൾട്ടർ ചെയ്തെന്ന് വരും. അപ്പം അത് ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. അത് ഭയങ്കര കലാപമായി മാവും രാജ്യത്ത്. അപ്പോൾ ഫൈനലി ആ കാര്യത്തിൽ തീരുമാനമായിരിക്കുകയാണ്. അതിങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയതാണ് ഇത്ര കാലത്തെ തലവേദന. അത് വെച്ചുകൊണ്ടാണ് ഈ ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് വെച്ചാൽ അല്ല എന്നുള്ളത് നാഷണൽ കോൺഫറൻസും നേതാക്കന്മാരായ അബ്ദുള്ളയും, അയാളുടെ മോൻ ഫറൂഖ് അബ്ദുള്ളയും, പിന്നെ അയാളുടെ മോൻ ഉമർ അബ്ദുള്ള എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവർക്ക് ഭയങ്കര ചിരിയായിരുന്നു. യു ക്യാൻ ഡു എനിത്തിങ് ഹിയർ, 370 ഈസ് ദ കോർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്തായി? നടന്നല്ലോ, തീർന്നല്ലോ. അപ്പോൾ അത് തൊടാൻ ധൈര്യം കാണിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ മൊത്തം കാറ്റ് തീർന്ന അവസ്ഥയല്ലേ. അവരെ സംബന്ധിച്ച് ഇറ്റ് വാസ് എ വേറെ ഇക്കോണമി അവർക്ക് സംബന്ധിച്ച് വലിയ ലാഭം ഉണ്ടാക്കുന്ന അവരെന്ന് വെച്ചാൽ കാശ്മീരിലെ രാഷ്ട്രീയ പാർട്ടികൾ, എസ്പെഷ്യലി പിന്നെ ഈ നാഷണൽ കോൺഫറൻസ് മറ്റേ ആ പെണ്ണുങ്ങളെ പാർട്ടി ഉണ്ടല്ലോ, മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെ മോളെ പാർട്ടി, BJP സഖ്യമൊക്കെ ഉണ്ടാക്കി, PDP, ഇവരൊക്കെ സമയം ലാഭം ഉണ്ടാക്കുന്നതാണ്. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ ഫണ്ട് വരും, ഇന്ത്യ വിരുദ്ധ ശക്തികളുടെയും ഫണ്ട് വരും. നാട്ടുകാർക്ക് വേണ്ടി കാര്യമായിട്ട് ഒന്നും ചെയ്തു കൊടുക്കണ്ട, ഇവർക്ക് ഉല്ലസിച്ച് നടക്കാം. ഇവന്റെയൊക്കെ ഉമ്മ, ഈ ഫറൂഖ് അബ്ദുള്ളയുടെ ഭാര്യ ലണ്ടൻ മദാമേക്കനാണ്. അവിടെയൊക്കെ പോയി കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് സുഖമായിട്ട് നടക്കാം. എന്നിട്ട് അവിടുന്ന് സകല ക്രമക്കേടുകളും കാണിക്കുക, എന്തെങ്കിലും പിടിക്കപ്പെടുന്നു തോന്നി അവിടെ തീവ്രവാദ അറ്റാക്ക് ഉണ്ടാക്കാം. ഈ ഒരു ഇക്കോണമി ആയിരുന്നു അവിടുത്തെ ഇക്കോണമി. വേറെ ഇക്കോണമി ആയിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയിരിക്കുന്നത് യുവമാർക്കായിരുന്നു, അവിടെയുള്ള പൊളിറ്റീഷ്യൻസിനായിരുന്നു. അവിടെയുള്ള ലോക്കൽ പോലീസ് സംവിധാനം വെച്ചാൽ അവിടെയുള്ള ജമ്മു കാശ്മീർ ഗവൺമെന്റ് തീരുമാനിക്കുന്നതായിരുന്നു. അതിനുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അപ്പൊ ആ സാഹചര്യത്തിലാണ് ഇത് എടുത്തു മാറ്റിയത്. അതിനിപ്പം പുനഃസ്ഥാപിക്കാൻ എനിക്ക് കോൺഗ്രസിനൊന്നും നിലവിലുള്ള സാഹചര്യത്തിൽ ആലോചിക്കാനേ പറ്റില്ല. പറയാം, കോൺഗ്രസ് അതിനെ കുറിച്ച് പറയുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. സംസ്ഥാനം അത് തിരിച്ചു കൊടുക്കുന്നു പറയുന്നുണ്ട്, അത് BJP-ക്കാരും പറയുന്നുണ്ട്. അത് ചിലപ്പോൾ നടക്കണ്ടോ, അത് സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ടോ. 370 പക്ഷെ തിരിച്ചുകൊണ്ടുവരാൻ പാടാണ്. തിരിച്ചുകൊണ്ടാൽ വലിയ പ്രശ്നമാവും. ഇപ്പൊ എന്ന് വെച്ചാൽ അതിനോട് ഇനിയിപ്പോ ചർച്ചകളില്ലല്ലോ. അതുവരെ ഹുറിയത്ത് കോൺഫറൻസ് ആണ് കുറെ നാളുകൾ ഇറങ്ങിയത്. അവന്മാർക്ക് എന്ത് വിലയായിരുന്നു. അപ്പൊ അവന്മാര് ചർച്ച ചെയ്യാൻ വേണ്ട ഒരു സംഭവമില്ല. കാശ്മീർ നമ്മളെ ഭാഗമെന്ന് പറഞ്ഞോടുകൂടി നിന്ന് നമ്മൾ അനാവശ്യമായി ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവര് നമ്മളെ പേടിയാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ പേടിക്കാതിരുന്നാൽ അവന്മാര് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രശ്നം അതായിരുന്നു, പേടിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ ഹുറിയത്ത് കോൺഫറൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ പേടിക്കാതിരുന്നാൽ നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞാൽ തീർന്നു. ഇത്രേ ഉള്ളൂ. 370 റദ്ദാക്കിയാൽ വലിയ ഭൂകമ്പം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാണ്. ഒന്നും സംഭവം നടന്നിട്ടില്ല. എനിക്ക് അതുകൊണ്ട് ഫ്രണ്ട് ലൈനിലൊക്കെ പണ്ട് ഞാൻ സിവിൽ സർവീസിനെ പഠിച്ച സമയത്ത് ഇവനൊക്കെ കൊടുക്കുന്ന ഇന്റർവ്യൂ, ഈ ഉമർ അബ്ദുള്ള, you can do anything there, it's a core of Indian constitution. Do you want to deny the scope of Indian constitution outrightly എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയായിരുന്നു. എന്തായി? കോൺസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉണ്ട്, ഇവനവിടെ ഇല്ല. അതാണ് കാര്യം. അവിടുത്തെ നാട്ടുകാർക്ക് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ നാട്ടുകാർക്ക് ഭയങ്കരമായിട്ട് 20 വർഷം കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരണം. ആ മാറ്റങ്ങൾ വന്നത് സ്വാഭാവികമായും മാറ്റണം. ഇത് നാട്ടുകാർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മളവിടെ ചില സ്ത്രീകളൊക്കെ ചില വായി നോക്കികളെ കൈകാര്യം ചെയ്യുന്നില്ലേ, അതേപോലെ നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലിക്കോളൂ. പക്ഷെ ആ രീതിയിൽ ഇന്ത്യ ഗവൺമെന്റ് വളരെ വിജിലന്റ് ആയിരിക്കണം. ഇടയ്ക്ക് നമ്മൾ പാളി പോവുകയും അവിടെ എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യം കളിച്ചാൽ അവിടെ പാകിസ്ഥാൻ കയറി കളിക്കും. പാകിസ്ഥാൻ മാത്രമല്ല ഇപ്പം സാധ്യത അമേരിക്ക നേരിട്ട് കയറി കളിക്കും. അവിടെ ഇപ്പോഴും ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ഉണ്ട്, അറിയാലോ. UN ഒരു പീസ് കീപ്പിംഗ് ഫോഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്. നിരീക്ഷണ പക്കലിൽ വിമാനമൊക്കെ ഉണ്ട്. അത് ലാഹോർ എയർപോർട്ടിലാണ് വിമാനങ്ങൾ പൊതുവെ അവര് പിന്നെ എന്താ വിമാനം പാർക്ക് ചെയ്യുക, എന്താ പറയുക, ഇട്ടിരിക്കുന്ന അവിടെയാണ്. അവിടെ നിന്നാണ് അത് പോകുന്നത്. അതുണ്ട് അവിടെ. അപ്പൊ UN-ന്റെ പിന്നെ നിരീക്ഷണത്തിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ചെറിയ പാളിച്ച പറ്റിയ വലിയ പ്രശ്നമാണ്. പാളിച്ച പറ്റാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്നാലും അമിത്ഷാ ഇങ്ങനെ ഉറപ്പിച്ച് പറയുകയാണ് ഇനി തിരിച്ചു കൊണ്ടുവരില്ല. അത് 2019-ലാണല്ലോ ഇത് റദ്ദാക്കിയത്. ഈ നാഷണൽ കോൺഫറൻസ്
ഇദ്ദേഹം പറയുന്ന ഈ 370 നീക്കം ചെയ്തത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഊർജമായി എന്നാണ് അമിത്ഷാ പറയുന്നത്. അതൊക്കെ ശരിയാണ്. ഉം. കാരണം ഈ 370 വരുന്നതോടുകൂടി ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇവന്മാർ അവിടുത്തെ പൊളിറ്റീഷ്യന്റെ കൈ കൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് ഓൾമോസ്റ്റ് ഹെൽപ്ലെസ് ആയിരുന്നു 370 ഉള്ള സമയത്ത്. പിന്നെ ഈ രാജീവ് ഗാന്ധിന്റെ ഇന്ദിരാഗാന്ധിന്റെ കാലഘട്ടത്തിൽ അവിടെ രാഷ്ട്രീയമായിട്ട് സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് ഈ പവർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റ് അവിടെ നേരിട്ട് ഇടപെടാൻ പറ്റും. അവിടെ ആ പുറത്തുള്ള ആളുകൾക്ക് ഭൂമി അടിക്കാൻ പാടില്ല, അതൊക്കെ എടുത്ത് മാറ്റിയല്ലോ. അപ്പൊ അവിടെ സാധാരണക്കാരന് ഭൂമി വിറ്റ് രക്ഷപ്പെടാൻ പറ്റില്ല. ആ നാട്ടിൽ തന്നെ നോക്കണം, അവൻ ഭൂമി കൊടുക്കില്ല. അപ്പൊ അവിടെ കണ്ടായ സ്ഥലത്ത് ഭൂമി വിറ്റ് ആ പൈസ കൊണ്ട് അയാൾക്ക് വേഗം പോയി ജീവിച്ചൂടെ. അപ്പൊ ഈ പോസിബിലിറ്റി എല്ലാം അടയ്ക്കുന്ന രീതിയിലായിരുന്നു. ആന്റി വിമനൊക്കെ ആയിരുന്നു ആ ഒരു 370 വകുപ്പ്. അത് എടുത്തു മാറ്റിയത് സത്യത്തിൽ അവിടെ ജനങ്ങൾക്ക് ഗുണകരമാണ്, രാഷ്ട്രീയക്കാർക്ക് അത് ദോഷം ചെയ്യും. മാത്രമല്ല അവിടെ പിന്നെ ഈ ജമ്മു മേഖലയിലെ BJP-കാരുണ്ട്. ജമ്മു മേഖലയിലെ BJP-കാർ ലോക്കൽ ഈ കാശ്മീരി മുസ്ലിംസും തമ്മിലുള്ളൊരു വലിയൊരു ഡിവൈഡ് ഉണ്ടായിരുന്നു. ആ ഡിവൈഡ് ഒരു പരിധി വരെ മാറ്റുന്നതിൽ അന്ന് PDP ഇവരായിട്ടുള്ള സഖ്യം ഗുണം ചെയ്തിട്ടുണ്ട്. BJP അതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. മൊത്തം ഇന്റലിജൻസ് ഗാദറിങ് നടക്കണം, എന്താ എവിടെയാണെന്ന് മനസ്സിലാക്കണം. പിന്നെ ഈ പറഞ്ഞ ഗ്രഡ്ജ് കുറച്ചുകൊണ്ട് അതിനുവേണ്ടി അവരാ സഖ്യം ഉണ്ടാക്കിയത്. കാരണം കൂട്ടത്തിൽ ഏറ്റവും അപകടകാരിയാണ് PDP. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ആ പ്രശ്നമില്ല. അതുകൊണ്ട് സാഹചര്യങ്ങൾ ഇപ്പൊ അനുകൂലമാണ്. വേറൊരു രാഷ്ട്രീയ പാർട്ടി വന്ന് പെട്ടെന്ന് അത് മാറ്റാനും ഒക്കില്ല. അതാണ് കാര്യം. കുരുക്കിയിട്ട് കളഞ്ഞു. കുരുക്കിട്ട് ഈ പറച്ചിൽ മാത്രമേ നമുക്ക് ഇനി ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഈ ആളുകളുടെ അങ്ങനെ കോൺഫിഡന്റ് ആയിട്ട് അത് പറയാൻ പോലും അബ്ദുള്ളക്ക് പറ്റുന്നില്ല. അല്ല, അവിടെ പൊളിറ്റിക്സ് മൊത്തം മാറിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം അവിടെയുള്ള മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ അവര് എക്സ്പീരിയൻസ് ചെയ്തില്ലാത്ത ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള അന്തരീക്ഷം അവിടെ ഉണ്ട്. അതേപോലെ ഷഹല റഷീദൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ അതുവരെ ഉള്ള അവിടുത്തെ പൊളിറ്റിക്സ് അവിടെ ഏതെങ്കിലും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുമായിട്ടോ അല്ലെ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി വഴി മാത്രമാണ് ദേശീയ രാഷ്ട്രീയത്തിൽ അവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഇടപെടാൻ പറ്റിയിരുന്നത്. ഇപ്പം BJP അവര് നേരെ ഓപ്പൺ ആണ്. പിന്നെ ഈ അതിനിടയിൽ ഈ ഗുലാം നബി ആസാദ് ഒരു കളി കളിക്കുന്നുണ്ട്. അത് BJP-ക്കാർ മണ്ടന്മാരായിട്ട് അഭിനയിക്കുന്നതോ മണ്ടന്മാരായതുകൊണ്ടാണ്. അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരികെ അയാൾക്ക് അയാളുടെ താല്പര്യമുള്ളൂ. പിന്നെ ഈ മുസ്ലിംസിന്റെ കൂട്ടത്തിൽ നിന്ന് മുസ്ലിം പേരോ ക്രിസ്ത്യൻ പേരുള്ള ഏതെങ്കിലും ഒരുത്തരം കിട്ടിക്കഴിഞ്ഞാൽ വലിയ സംഭവം വിചാരിക്കുന്ന തെറ്റിദ്ധാരണ BJP-ക്കാർക്കുണ്ട്. അതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഫ്രഷ് ഫേസിനെ വിശ്വസനീയമായ ഷഹല റഷീദിനെ പോലെയുള്ള ഫ്രഷ് ഫേസിനെ കൊണ്ടുവന്ന നാട്ടുകാരെ സ്വാധീനിക്കാൻ പറ്റും. അത് നിങ്ങൾ ഏതെങ്കിലും ഒരു മുസ്ലിം പേരാനെ ക്രിസ്ത്യൻ പേരാനെ ഒന്നും കൊണ്ടുവന്ന് കളിച്ചിട്ട് ഒരു കാര്യമില്ല. അത് BJP-ക്കാർ മനസ്സിലാക്കേണ്ട. ഇപ്പൊ മോഡിക്ക് കുറച്ച് അറിയാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ മന്ത്രിസഭയിൽ മുസ്ലിംസ് ആരും ഇല്ല. കാരണം ഏതെങ്കിലും ഒരുത്തം കിട്ടാത്തോണ്ടല്ല, അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. അവന് മാത്രമേ അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. കോൺഗ്രസ്സുകാർ ചെയ്ത പോലെ ഇപ്പം കുര്യനെ എടുത്ത തന്നെ എന്തുകൊണ്ടാണ് ഇവിടെ സുരേഷ് ഗോപിനെ ജയിപ്പിച്ച് കാണിച്ചു കൊടുത്തത് ക്രിസ്ത്യാനികൾ. അതുകൊണ്ടാണ് പിന്നെ കുര്യനെ മന്ത്രിസഭയിൽ എടുത്തത്. കുര്യൻ മാന്യനായതുകൊണ്ട് മാത്രമൊന്നല്ല. അങ്ങനെ പല കുര്യൻ മാന്യനാണ്, നമുക്ക് കൊണ്ടേ അറിയാം. നമ്മളിവിടെ ഡിസ്കഷൻസിലൊക്കെ ഉണ്ടാകുന്ന നല്ല മനുഷ്യൻ, സൗമ്യനായ മനുഷ്യൻ. അതുകൊണ്ടല്ല എടുത്തത്, ഡെലിവർ ചെയ്ത് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുര്യൻ എടുത്തത്. അപ്പം അതേ ഈ ഒരു സ്ട്രാറ്റജി അവിടെ വേണം. അപ്പം മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് BJP-യുമായിട്ട് അല്ലെങ്കിൽ വേറൊരു ഹിന്ദു ഓറിയന്റേഷൻ ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാധ്യത അത് പലപ്പോഴും എന്താ പറയുക ഒരു തൊട്ടുകൂടായ്മ കാണിച്ച് മാറ്റി നിർത്തിയായിരുന്നല്ലോ. ആ ഒരു സാധ്യത ഇപ്പം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അത് ഏത് രീതിയിൽ അവർ ഉപയോഗിക്കും എന്നുള്ളത്. പിന്നെ പല എക്സ് മിലിറ്റൻസും ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അവർക്ക് കുറച്ച് സ്വാധീനം ഉണ്ടാവാം, പക്ഷെ ആ സ്വാധീനത്തെ മറികടക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം അവർക്ക് ഒരു സ്വാധീനം ഉണ്ടായെങ്കിൽ പോലും പിന്നെ ഈ ഓരോ വീട്ടിലും ഡെവലപ്മെന്റ് എത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അടുത്ത ജനറേഷനിൽപ്പെട്ട ഈ പാകിസ്ഥാൻ എന്നുള്ള ഈ പൊപ്പകാന മിശ്രനെ തകർക്കാനും പറ്റി കഴിഞ്ഞാൽ അടുത്ത ജനറേഷനിൽ ഈ BJP-യോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ പറ്റില്ല. BJP ആണ് അവർക്ക് ഗുണമെങ്കിൽ, കാരണം അവരുടെ മതവിശ്വാസത്തെ തൊട്ട് കളിക്കുന്നില്ല എങ്കിൽ BJP മൂലം അവർക്ക് ജീവിതത്തിൽ മാറ്റം അവർ BJP പോകുന്ന അവർക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടാവില്ല. ഇത്രമാത്രം ഈ ആന്റി BJP പറഞ്ഞ ഈ നരേന്ദ്രമോദി എന്നുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏറ്റവും വലിയ ശത്രു എന്ന് അവർ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആള് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ PDP എന്നുള്ള തീവ്രവാദ സ്വഭാവ രാഷ്ട്രീയ പാർട്ടി BJP-യുടെ സഹായത്തോടു കൂടിയാണ് മന്ത്രിസഭ രൂപീകരിക്കുന്നത്. അപ്പൊ അതൊക്കെ സംബന്ധിച്ച് BJP-യുടെ ആ ഒരു എന്താ പറയുക തൊട്ടുകൂടായ്മ ഒന്ന് കുറച്ചിട്ടുണ്ട്. അത് BJP-ക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ BJP അതൊക്കെ ക്ലിയർ ആയിരിക്കണം. പിന്നെ ഈ പറയുന്ന അൾട്ടീരിയർ മോട്ടീവ് വെച്ചുകൊണ്ട് അവിടെ കളിക്കരുത്. അങ്ങനെ കളിച്ചിട്ടില്ലെങ്കിൽ അവിടെ കശ്മീർ ഇവിടെയുള്ള ഈ പ്രതിപക്ഷത്തിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല മറുപടി ആയിട്ട് BJP-ക്ക് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കാൻ പറ്റും. ഈ സംസ്ഥാന പദവി തിരികെ കൊടുക്കണ്ടല്ലേ? അത് കൊടുക്കും, ടൈം ആയിട്ടില്ല. സംസ്ഥാന പദവി എടുത്താൽ കൂടുതൽ പവേഴ്സ് ഒക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പൊ അതിന് സജ്ജമായിട്ടില്ല. പുതിയ ജനറേഷൻ ഉദ്യോഗസ്ഥരെയൊക്കെ കൊണ്ടുവരണം, പുതിയൊരു രാഷ്ട്രീയ സംസ്കാരമുള്ള രൂപം കൊണ്ടുവരണം. അതിന് മുമ്പ് കൊടുത്തു കഴിഞ്ഞാൽ അധികാരം ഇപ്പോഴും ISI ഫണ്ട് ചെയ്യുന്ന ലോക്കൽ പൊളിറ്റീഷ്യന്റെയും അല്ലെങ്കിൽ ലോക്കൽ പോലീസുകാരുടെയും കയ്യിലേക്ക് പോകും. അതുകൊണ്ട് കുറച്ച് ടൈം എടുക്കുന്നത് നല്ലതാണ്. എളുപ്പം കൊടുത്തിട്ട് കാര്യമില്ല.
അതന്നെ സുപ്രീം കോടതിയിലും അങ്ങനെ തന്നെയാണ് ആ പറയുന്നത്. കുറച്ച് ടൈം എടുത്തിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. കൊടുക്കുമെന്ന് BJP പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇറ്റ് ടേക്സ് ടൈം. കാരണം ഇത് പിടിച്ചെടുത്ത് പിറ്റേന്ന് തന്നെ കൊടുത്ത് അവന്മാരെ തന്നെ ഏൽപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് പുതിയ ജനറേഷൻ വളർന്നു വരട്ടെ, എന്നിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള അതെ. കാശ്മീർ, പുതിയ കാശ്മീർ. പുതിയ കാശ്മീർ എനിക്ക് തോന്നുന്നു അത് ഹിന്ദു ആയിരിക്കും. കാരണം കാശ്മീരിലെ മുസ്ലിങ്ങൾ ആന്റി ഹിന്ദു ഒന്നും ആയിരുന്നില്ല, അത് പാകിസ്ഥാനും ഇവരെല്ലാം കൂടി അങ്ങനെ ആക്കിയതാണ്. അവിടെ സൂഫി സന്യാസിമാരുണ്ട്, നൂദിയും മോസ്ലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അവിടെ ഹിന്ദുക്കൾ ആരാധിച്ചിരുന്നു, അവിടെ ശൈവ സന്യാസികൾ, അവിടെ മുസ്ലിംസ് ബഹുമാനിച്ചിരുന്നു. ഇങ്ങനെ സ്ഥലമാണ്. ആ സ്ഥലത്താണ് മിലിറ്റൻസി വന്നതിനാണ് പണ്ഡിറ്റുകളെ ഓടിച്ചു കളഞ്ഞത്. അപ്പൊ അവിടെ പൊതുവേ ഒരു സിംഗർട്ടി കൾച്ചറിന്റെ അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ്. അത് തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നു. പണ്ഡിറ്റുകൾ അവിടെ തിരിച്ചു കൊണ്ടുവരാൻ വേണം, അല്ലെങ്കിൽ പറഞ്ഞതിനൊന്നും കാര്യമില്ല, ഒരു കാര്യമില്ലാതായി പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.